Dear students, welcome to the class of Fluid Mechanics. In this class, we will discuss the topic viscous flow through circular pipe. The flow through the circular pipe will be viscous or laminar if the Reynolds number is less than 2300. In laminar flow, the fluid moves in layers and each layer of fluid slides over the adjacent layer. ഒരു പൈപ്പിലൂടെയുള്ള ഫ്ലോ അത് നമുക്ക് ലാമിനാർ ആണോ ടർബുലൻ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് കണ്ടുപിടിച്ചാൽ മതി? അതിൻ്റെ റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിച്ചാൽ മതി. റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ വാല്യൂ 2300-നെക്കാട്ടിയും കുറവാണെങ്കിൽ അത് ലാമിനാർ ഫ്ലോ ആയിരിക്കും. ഇനി 4000-നെക്കാട്ടിയും മുകളിലാണെങ്കിൽ അത് ടർബുലൻ്റ് ഫ്ലോ ആയിരിക്കും. ഫ്ലോ ത്രൂ പൈപ്പിൻ്റെ കേസാണ് ഈ പറയുന്നത്. ലാമിനാർ ഫ്ലോന് പറയുന്ന വേറൊരു പേര് എന്ന് പറയുന്നത് വിസ്കസ് ഫ്ലോ എന്നാണ്. കാരണം ഈ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇനേർഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ് ആണ്. അതിൽ ലോ വാല്യൂ ഓഫ് റെയ്നോൾഡ്സ് നമ്പർ എന്ന് വെച്ചാൽ വിസ്കസ് ഫോഴ്സ് ആയിരിക്കും ഡൊമിനേറ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി അതിനാണ് കൂടുതൽ ഡൊമിനേറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് അതിനെ വിസ്കസ് ഫ്ലോ എന്ന് പറയുന്നത്. ആൻഡ് ലാമിനാർ ഫ്ലോ എന്ന് വെച്ചാൽ ഹൈലി ഓർഡേർഡ് ഫ്ലൂയിഡ് മോഷനാണ്. അതായത് ഫ്ലൂയിഡ് വിൽ മൂവ് ലെയർ ബൈ ലെയർ. അതായത് സ്ട്രീം ലൈൻസ് എന്തായിരിക്കും? പെർഫെക്റ്റ്ലി പാരലായിരിക്കും. ഒരു ലെയർ ഓഫ് ഫ്ലൂയിഡ് അത്രക്കും സ്മൂത്തായിട്ട് അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ലെയറിലൂടെ സ്ലൈഡ് ചെയ്ത് പോകും. അതാണ് ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. അവിടെ ഫ്ലക്ച്വേഷൻസ് ഇല്ല, പെർഫെക്റ്റ്ലി ഓർഡേർഡ് മോഷൻ. അതാണ് ലാമിനാർ ഫ്ലോ. ഡ്യൂ ടു റിലേറ്റീവ് വെലോസിറ്റി ബിറ്റ്വീൻ ടു ലെയേഴ്സ് ദ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് du/dy എക്സിസ്റ്റ് ആൻഡ് ഹെൻസ് ഷിയർ സ്ട്രെസ് ടോ ഈസ് ഈക്വൽ ടു mu ഇൻറ്റു du/dy ആക്ട്സ് ഓൺ ദി ലെയർ. അതായത് ഒരു ഫ്ലൂയിഡ് ലെയർ മൂവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ലെയർ അതിനെക്കാട്ടിയും ഒരു വെലോസിറ്റി ചേഞ്ചിലായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടാവുക. മീൻസ് ഒരു വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഒരു വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് വെച്ചാൽ ആ ലെങ്ത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന ചേഞ്ച്, അതാണ് ആ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. അതായത് വെലോസിറ്റി ഗ്രേഡിയൻറ്റ് du/dy എക്സിസ്റ്റ് ആൻഡ് ഷിയർ സ്ട്രെസ് ടോ ഈസ് ഈക്വൽ ടു mu ഇൻറ്റു du/dy. അതായത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ആ വെലോസിറ്റി ഗ്രേഡിയൻ്റ് ഉണ്ടാകുന്ന സമയത്ത് എന്തുണ്ടാവും? ഷിയർ സ്ട്രെസ് ഉണ്ടാവും. അതിൻ്റെ വാല്യൂ ടോ ഈസ് ഈക്വൽ ടു mu ഇൻറ്റു du/dy എന്നതാണ്. ആ ഇക്വേഷൻ എന്താണ്? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ആണ്. ഇനിയിപ്പം നമ്മുടെ അനാലിസിസിൽ വരുന്ന അസംഷൻസ്: ദ ഫ്ലൂയിഡ് ഒബേയ്സ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. അതായത് ഷിയർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു mu ഇൻറ്റു du/dy അല്ലെങ്കിൽ ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. സെക്കൻഡ് വൺ, ദർ ഈസ് നോ സ്ലിപ്പ് ഓഫ് ഫ്ലൂയിഡ് പാർട്ടിക്കിൾ അറ്റ് സോളിഡ് ബൗണ്ടറി. അതായത് നോ സ്ലിപ്പ് കണ്ടീഷൻ. നമ്മുടെ ഫ്ലൂയിഡ് പാർട്ടിക്കിൾ ആ സോളിഡ് ബൗണ്ടറിയുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് അറ്റ് റെസ്റ്റ് കണ്ടീഷൻ ആയിരിക്കും. അതാണ് നോ സ്ലിപ്പ് കണ്ടീഷൻ എന്ന് പറയുന്നത്. കാരണം ആ സോളിഡ് ബൗണ്ടറിയുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റിയും ആ സോളിഡ് ബൗണ്ടറിയുടെ വെലോസിറ്റിയും സെയിം എന്ന് പറഞ്ഞ കണ്ടീഷൻ. സോളിഡ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ അറ്റ് റെസ്റ്റ് ആണ്. മീൻസ് അതുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഫ്ലൂയിഡ് പാർട്ടിക്കിളും എന്തായിരിക്കും? റെസ്റ്റ് ആയിരിക്കും. അതാണ് നോ സ്ലിപ്പ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റഡി ഫ്ലോ. ഇതാണ് നമ്മൾ ഇതിലെടുത്തിരിക്കുന്ന അസംഷൻസ്. കൺസിഡർ എ ഹൊറിസോണ്ടൽ പൈപ്പ് ഓഫ് റേഡിയസ് ആർ. ദ വിസ്കസ് ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ ദ പൈപ്പ്. ഞാൻ ഒരു ഹൊറിസോണ്ടൽ പൈപ്പ്, യൂണിഫോം ഡയമീറ്ററിൽ ഒരു പൈപ്പ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. അതിൽ ഞാൻ ഒരു സിലിണ്ട്രിക്കൽ ഫ്ലൂയിഡ് എലമെൻറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇത് സിലിണ്ട്രിക്കൽ ഫ്ലൂയിഡ് എലമെൻ്റ് ആണ്. അതിൻ്റെ ഇപ്പം ഫ്രണ്ട് വ്യൂ ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സിലിണ്ട്രിക്കലായിട്ടുള്ള ഫ്ലൂയിഡ് എലമെൻ്റ് ആണ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റേഡിയസ്, ഈ സെൻറ്ററിൽ നിന്നാണ് റേഡിയസ് മെഷർ ചെയ്യുന്നത്. റേഡിയസ് 6 ആണ്. അതേപോലെ ആ ഫ്ലൂയിഡ് എലമെൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് Δx ആണ്. ഓക്കെ, റൈറ്റ് സൈഡിലുള്ള ഫിഗർ നമ്മൾ ഡിസ്ചാർജ് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു എലമെൻ്റൽ റിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിപ്പം തൽക്കാലം നോക്കണ്ട, തൽക്കാലം ഈ ഒരു ഫിഗർ മാത്രം നോക്കുക. ലെറ്റ് പി ബി ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഓൺ ഫേസ് എ ബി. ഈ ഒരു ഫേസിലെ പ്രഷർ, ഓക്കെ, എ ബി എന്ന് പറഞ്ഞാൽ ഫേസിലെ പ്രഷർ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് പി ആണ്. അങ്ങനെയാണെങ്കിൽ സി ഡിയിലെ പ്രഷർ എന്തായിരിക്കും? ത്രൂ ടൈലർ സീരീസ് എക്സ്പാൻഷൻ എന്ത് കിട്ടും? പി പ്ലസ് ഡോ പി ബൈ ഡോ എക്സ്. ഞാൻ ഈ ഒരു ഡയറക്ഷൻ എക്സ് ഡയറക്ഷനായിട്ട് എടുക്കുന്നത്. അതായത് പി പ്ലസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷൻ ഒരുപാട് തവണ നമ്മൾ കണ്ടതാണ്. ത്രൂ ടൈലർ സീരീസ് എക്സ്പാൻഷൻ നെഗ്ലക്റ്റിംഗ് ഹയർ ഓർഡർ ടേംസ്.
ഓക്കെ, ഇവിടെയുള്ള പ്രഷർ എന്ന് വെച്ചാൽ പി പ്ലസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇനി ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്തൊക്കെയാണ്? ഇവിടെ പ്രഷർ ഇൻറ്റൻസിറ്റി പി ആണെങ്കിൽ അവിടെയുള്ള ഫോഴ്സ് എന്തായിരിക്കും? ആ പ്രഷർ ഇൻറ്റു ഏരിയ, ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഇൻറ്റു ഏരിയ, എ ബിയിലുള്ളത് പി ഇൻറ്റു പൈ ആർ സ്ക്വയർ. സിലിണ്ടറിക്കൽ എലമെൻറ്റിൻ്റെ റേഡിയസ് ആർ ആയതുകൊണ്ട് അതെന്തായിരിക്കും? സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്. സിലിണ്ടറിക്കൽ എലമെൻ്റ് അല്ലേ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ത് വരും? പൈ ആർ സ്ക്വയർ. ഇനി ഇവിടെയുള്ളതാണെങ്കിലോ പി പ്ലസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു ആ ഏരിയ പൈ ആർ സ്ക്വയർ. പിന്നെന്തുണ്ട്? ഷിയർ സ്ട്രെസ് ഉണ്ട്. ഇത് വിസ്കസ് ഫ്ലൂയിഡാണ്. ഫ്ലോ ചെയ്യുന്ന ഐഡിയൽ ഫ്ലൂയിഡ് അല്ല, വിസ്കസ് ഫ്ലൂയിഡാണ്. ഈ ഡയറക്ഷനിലാണ് ഫ്ലോ. ആ സമയത്ത് എന്താണ്? ഈ ഒരു ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ടാവും? വിസ്കസ് ഫോഴ്സ് അല്ലെങ്കിൽ ഷിയർ ഫോഴ്സ് ഇതിൽ ആക്ട് ചെയ്യുന്നുണ്ടാവും. ആ ഷിയർ ഫോഴ്സ് അത് ആ സർഫസിൽ ആക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കിട്ടും ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ. ആ ഏരിയ ഏത് എടുക്കേണ്ടത്? ഇതിൻ്റെ സിലിണ്ടറിക്കൽ സർഫസ് ഏരിയ ആണ് എടുക്കേണ്ടത്. അവിടെയാണ് ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്, ഈ ഒരു ഡയറക്ഷനിൽ. ആ സമയത്ത് അന്നേരം അതിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? 2πr എന്ന് പറഞ്ഞാൽ ആ സർക്കിളിൻ്റെ ആ ഇതായി ഔട്ടർ പെരിമീറ്ററായി. ആ പെരിമീറ്റർ ഇൻറ്റു ഈ ലെങ്ത്ത് വരുന്നത് അതാണ് ആ സിലിണ്ടറിക്കൽ ഏരിയ. സിലിണ്ടറിക്കൽ ഏരിയ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പുറത്തത്തെ ഏരിയ, ഇത്ര പേര് വരുന്ന ഏരിയ. ഓക്കെ, സിലിണ്ടറിൻ്റെ പുറത്തത്തെ ഏരിയ അത് വരുന്നത് ടോ ഇൻറ്റു 2πr ഇൻറ്റു ഡെൽറ്റ എക്സ് ചെയ്താൽ മതി. 2πr ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ് സിലിണ്ടറിക്കൽ ഏരിയ. അതാണ് അതിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫോഴ്സ് ബാലൻസ് ചെയ്യുന്നത് എന്നോട്ടെ ഇതിൻ്റെ ഡയറക്ഷൻ ഞാൻ ഈ ഒരു ഡയറക്ഷനിലാണ് പോസിറ്റീവായിട്ട് എടുക്കുന്നത്. ആ ഡയറക്ഷനിൽ എക്സ് ഡയറക്ഷൻ, ഓക്കെ, അതിൽ ആക്ട് ചെയ്യുന്നത് എന്താണ്? ഈ പി ഇൻറ്റു പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനാണ്, ഇതിന് നോർമലായിട്ട്. ഇനി അടുത്തതോ ഈ ഒരു ഡയറക്ഷനിൽ ആ എലമെൻറ്റിന് ആ ഫേസിന് നോർമലായിട്ടാണ് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് പി പ്ലസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു പൈ ആർ സ്ക്വയർ. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിൽ. ഇനി ഷിയറും ഈ ഒരു ഡയറക്ഷനിൽ, ഷിയർ ഫോഴ്സും ഈ ഒരു ഡയറക്ഷനിൽ. ഇനി അതിൻ്റെ ബാലൻസ് ചെയ്യുന്നു. ആസ് ദർ ഈസ് നോ ആക്സലറേഷൻ ദ സം ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഇൻ ദ ഫ്ലോ ഡയറക്ഷൻ ഈസ് 0. ഇത് ഞാൻ സ്റ്റഡി ഫ്ലോ ആണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ യൂണിഫോം ഡയമീറ്ററിലെ പൈപ്പാണ്. മീൻസ് ആക്സലറേഷൻ ഇവിടെ എന്താണ്? 0 ആണ്. ആക്സലറേഷൻ 0 മീൻസ് ആ നെറ്റ് ഫോഴ്സ് ഇൻ എക്സ് ഡയറക്ഷൻ അല്ല ഫ്ലോ ഡയറക്ഷൻ 0 ആണ്. അതായത് പി ഇൻറ്റു പൈ ആർ സ്ക്വയർ മൈനസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണിത്. മൈനസ് പി പ്ലസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു പൈ ആർ സ്ക്വയർ മൈനസ് ടോ ഇൻറ്റു 2πr ഇൻറ്റു ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു 0. ഈ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്ത് എന്ത് കിട്ടും? പി ഇൻറ്റു പൈ ആർ സ്ക്വയറും മൈനസ് പി ഇൻറ്റു പൈ ആർ സ്ക്വയറും ക്യാൻസലായി. ബാക്കിയുള്ളത് മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ഇൻറ്റു പൈ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇതിനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി ടോ ഇൻറ്റു 2πr ഇൻറ്റു ഡെൽറ്റ എക്സ്. രണ്ട് സൈഡിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ ക്യാൻസൽ ചെയ്യും. ബാക്കി എന്തല്ലേ? ടോ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ ബൈ 2. ഈക്വേഷൻ ടോ എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ക്രോസ് സെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഈ നെഗറ്റീവ് സൈൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? പ്രഷർ ഡിക്രീസസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഡ്യൂ ടു വിസ്കസ് റെസിസ്റ്റൻസ്. ആ ഫ്ലോയിങ് ഡയറക്ഷനിൽ ഫ്ലൂയിഡിൻ്റെ പ്രഷറിന് എന്നാ സംഭവിക്കുന്നത്? അത് ഡിക്രീസ് ചെയ്യാണ്. ഓക്കെ, അതായത് എക്സ് കൂടുന്ന സമയത്ത് പ്രഷർ ഡിക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സിമ്പിൾ നെഗറ്റീവ്. അതാണ് നെഗറ്റീവിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഇനി ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഗവേണിംഗ് ഇക്വേഷൻ എന്ന് പറയുന്നത് ടോ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ ബൈ 2. ആർ എന്ന് പറഞ്ഞാൽ ഈ സെൻറ്ററിൽ നിന്ന് മെഷർ ചെയ്യുന്ന റേഡിയസ് വേരിയബിളാണ്. ഏത് ലൊക്കേഷനിൽ നമുക്ക് ഇവിടെ ഈ ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ഏതൊരു ലൊക്കേഷനിലുള്ളതും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. The shear stress developed between fluid layers across the cross section of pipe varies linearly along the radius of the pipe since dou p by dou x is constant across a section. ഈ ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ ഞാൻ കൺസിഡർ ചെയ്യുന്നത്, അതാണ് ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഡോ പി ബൈ ഡോ എക്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും അലോങ് ദി സെക്ഷൻ. പ്രഷർ വേരിയേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ് സംഭവിക്കുന്നത്. ഏതെങ്കിലും ഒരു സെക്ഷനിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഡോ പി ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഷിയർ സ്ട്രെസ്സിൻ്റെ വേരിയേഷൻ ആരുമായിട്ടാണ് വരുന്നത്? ഷിയർ സ്ട്രെസ്സും റേഡിയസും തമ്മിൽ ലീനിയർ റിലേഷനാണ് ഇവിടെയുള്ളത്. ഓക്കെ, ഷിയർ സ്ട്രെസ്സും റേഡിയസും ലീനിയർ റിലേഷനിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക്
സ്ട്രെസ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരക്കണം. ആദ്യം നമുക്ക് സെൻറ്ററിലെ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സെൻറ്ററിൽ എന്ന് വെച്ചാൽ ഈ റേഡിയസിൻ്റെ വാല്യൂ എത്ര കൊടുക്കണം? സെൻറ്റർ ലൈൻ ഇതാണ്. അവിടെ റേഡിയസിൻ്റെ വാല്യൂ എത്ര എടുക്കണം? 0 ആയിട്ട് എടുക്കണം. വെൻ r ഈസ് ഈക്വൽ ടു 0. ഇവിടെ r-ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടോൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഇനി അടുത്തത് ഈ ബൗണ്ടറിയിലേക്ക് എടുക്കുന്നു. ബൗണ്ടറി എന്ന് പറഞ്ഞ സമയത്ത് ഈ റേഡിയസിൻ്റെ വാല്യൂ എത്ര എടുക്കണം? 6 എടുക്കണം. വെൻ r ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ R, ടോ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ മാക്സിമം ആയിരിക്കും. അതായത് ടോ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു r/2. ഇവിടെ 0 കിട്ടി, ഇവിടെ മാക്സിമം കിട്ടി. അത് തമ്മിൽ റിലേഷൻ ലീനിയർ ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതി. ഇതാണ് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഈ ഒരു സെക്ഷൻ നോക്കുന്ന സമയത്ത് മാക്സിമം ഷിയർ സ്ട്രെസ് എവിടെ വരുന്നത്? വാളിലാണ് വരുന്നത്. ഞാനിവിടെ ഈ ആരോ ഇട്ട് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. ഇവിടെ 0 ആണ്. പിന്നെ വാളിലോട്ട് പോകുന്ന സമയത്ത് ഷിയർ സ്ട്രെസ് ഇൻക്രീസ് ചെയ്ത് വരും. ഓക്കെ, ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. മാക്സിമം ഷിയർ സ്ട്രെസ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതിൻ്റെ വാളിലായിരിക്കും. 0 ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് സെൻറ്റർ ലൈനിലായിരിക്കും. ഇതാണ് ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. അടുത്തത് കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷനാണ്. ഏതെങ്കിലും ഒരു ക്രോസ് സെക്ഷൻ എടുക്കുന്ന സമയത്ത് വെലോസിറ്റിയുടെ വേരിയേഷൻ എങ്ങനെയാണ് പോകുന്നത്, അല്ല എങ്ങനെയാണ് അത് വരുന്നത്. ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ടോ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു r/2. ഓക്കെ, ഇനി ആ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഷിയർ സ്ട്രെസ്സിൻ്റെ അടുത്ത ഇക്വേഷൻ, അതായത് ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du ബൈ dy എന്ന് പറഞ്ഞ ഇക്വേഷൻ ആവശ്യമാണ്. അതിൻ്റെ രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് ഷിയർ സ്ട്രെസ്സിന് ഒരു എക്സ്പ്രഷൻ ഇതുണ്ട്, അടുത്ത എക്സ്പ്രഷൻ ഇതുണ്ട്. രണ്ടും കൂടെ കമ്പയർ ആയിട്ടാണ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. ഈ ഒരു ഇക്വേഷൻ ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു du ബൈ dy, ഇതിൽ ഈ du ബൈ dy ആ ടേം മെഷർ ചെയ്യുന്നത് അമ്മ ഈ വാളെന്നാണ് ആ y എന്ന് പറഞ്ഞ വാല്യൂ എടുക്കുന്നത്. ഓക്കെ, ഈ y എന്ന് പറഞ്ഞ വാല്യൂ മെഷർ ചെയ്യേണ്ടത് വാളെന്നാണ്. പക്ഷേ നമ്മളിപ്പം റേഡിയസ് എടുത്തിരിക്കുന്നത് സെൻറ്റർ ലൈൻ എന്നാണ്. ഓക്കെ, റേഡിയസ് എടുത്തിരിക്കുന്നത് സെൻറ്റർ ലൈൻ എന്നാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ y ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും വേരിയബിളാണ്. ഓക്കെ, ഈ y ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? ക്യാപിറ്റൽ R മൈനസ് സ്മോൾ r എന്ന് എഴുതി കൂടെ. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ എക്സ്പ്രഷൻ പ്രകാരം y മെഷർ ചെയ്യേണ്ടത് വാളെന്നാണ്, നമ്മൾ r ഓൾറെഡി എടുത്തിരിക്കുന്നത് സെൻറ്റർ എന്നാണ്. നമ്മൾ റിലേറ്റ് ചെയ്യിക്കണം. അങ്ങനെ റിലേറ്റ് ചെയ്യിക്കുക. ഈ y എന്ന് പറയുന്നത് എന്തായിരിക്കും? ക്യാപിറ്റൽ R മൈനസ് സ്മോൾ r. ആ ചെയ്താൽ എന്ത് കിട്ടും? y കിട്ടും. അങ്ങനെയാണെങ്കിൽ dy എന്താ? dy ഈസ് ഈക്വൽ ടു മൈനസ് dr. കാരണം r എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ചേഞ്ച് dr എന്ന് പറഞ്ഞാൽ 0. അതുകൊണ്ട് dy ഈസ് ഈക്വൽ ടു മൈനസ് dr. അങ്ങനെയാണെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ടോ ഈസ് ഈക്വൽ എന്ത് ഇക്വേഷൻ കിട്ടും? ടോ ഈസ് ഈക്വൽ ടു മൈനസ് മ്യൂ, അതായത് ഈ മൈനസ് ഇൻറ്റു du ബൈ dr കിട്ടും. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നത്? ഇക്വേഷൻ 1-ൻ്റെയും 2-ൻ്റെയും ലെഫ്റ്റ് സൈഡ് എന്താണ്? ടോ ആണ്. റൈറ്റ് സൈഡ് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, 1ഉം 2ഉം കൂടെ ഇക്വേറ്റ് ചെയ്യുന്നു. മൈനസ് മ്യൂ du ബൈ dr ഇസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു r/2. ഇതിൽ നിന്ന് du ബൈ dr ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? 1/2 മ്യൂ. രണ്ട് മൈനസും ക്യാൻസൽ ആയിട്ടുണ്ട്. 1/2 മ്യൂ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു r ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. അതിൽ നിന്ന് du ഈക്വൽ എന്ത് എഴുതാം? ഈ dr-നെയും റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. 1/2 മ്യൂ ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു r/dr. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ du എന്ന് പറഞ്ഞാൽ u ഈസ് ഈക്വൽ ടു 1/2 മ്യൂ ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു r/dr എന്ന് പറഞ്ഞാൽ r²/2 പ്ലസ് c എന്ന് പറഞ്ഞത് കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഒന്ന് റീഅറേഞ്ച് ചെയ്തെന്ന് 2 × 2 മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി. മ്യൂ ഇസ് ഈക്വൽ ടു 1/4 മ്യൂ ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു r² പ്ലസ് c. ഇക്വേഷൻ നമ്പർ 3 എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ആ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യണം. ആ കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ആ ബൗണ്ടറി കണ്ടീഷൻ അറിഞ്ഞിരിക്കണം. ഇല്ല, ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? നോ സ്ലിപ്പ് കണ്ടീഷൻ. അതാണ് ഏറ്റവും ബൗണ്ടറി കണ്ടീഷൻ. ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ വാളിലുള്ള വെലോസിറ്റി എന്താണ്? 0 എന്ന് അസ്യൂം ചെയ്തതാണ്. നോ സ്ലിപ്പാണ്. അതായത് വെൻ r ഈസ് ഈക്വൽ ടു r, നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ R ആവുന്ന സമയത്ത് എവിടെ എത്തി? വാളിലെത്തി. അവിടെ വെലോസിറ്റി എന്താണ്? 0. ഓക്കെ, അത് ഞാൻ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷൻ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്താൽ u 0. ഈ r-ൻ്റെ വാല്യൂ എന്താവും? ക്യാപിറ്റൽ R ആവും. ഓക്കെ, അവിടെയാണ് ഇത് 0 വരുന്നത്.
ഓക്കെ, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൽ സി ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ -1/4 ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ സ്ക്വയർ. ഇനി ഈ കിട്ടിയ സീൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഈ ഇക്വേഷൻ നമ്പർ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്ത് കിട്ടും? യു ഈസ് ഈക്വൽ ടു 1/4 ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ സ്ക്വയർ -1/4 ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ. അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് തരുന്നു. ഓക്കെ, ഞാൻ മൈനസ് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 4 നോക്കുക. മൈനസ് പുറത്തേക്ക് എടുത്തുകൊണ്ട് മ്യൂ ഈസ് ഈക്വൽ ടു -1/4 ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് സ്മോൾ ആർ സ്ക്വയർ. ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 4 എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് വെച്ചാൽ നമുക്ക് ഏത് പോയിൻ്റ് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഈ ഏത് റേഡിയസിലെ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു യുവിൻ്റെ വാല്യൂ അറിയുമെങ്കിൽ ഏത് ബാക്കിയുള്ള എല്ലാ പാരാമീറ്റേഴ്സും ഈ യുവിൻ്റെ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബാക്കി പാരാമീറ്റേഴ്സ് അറിയുമെങ്കിൽ നമുക്ക് ഏത് റേഡിയസിലെ വെലോസിറ്റിയും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഇക്വേഷൻ നമ്പർ 4 ഉപയോഗിച്ചാൽ. ഓക്കെ, ഇതെന്താണ് വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ. ഇത് ആണ് ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയുന്നത്. ഇതിൽ മ്യൂ വിസ്കോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അതേപോലെ ഒരു സെക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഡോ പി ബൈ ഡോ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. ആറിൻ്റെ വാല്യൂ എന്താണ്? അതും കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആരെ ഡയറക്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? റേഡിയസ് സ്ക്വയറിനാണല്ലേ. ഷിയർ സ്ട്രെസ്സിൻ്റെ കേസിൽ നമ്മൾ എന്ത് കണ്ടിട്ടുണ്ടായിരുന്നു? ഡിപ്പെൻഡ് ചെയ്തത് ആറിൻ്റെ വാല്യൂവിനാണ്. ഇവിടെ വെലോസിറ്റി യു വാരീസ് വിത്ത് ആർ സ്ക്വയർ ആണ്. ഈ ക്യാപിറ്റൽ ആറും ഡോ പി ബൈ ഡോ എക്സും മ്യൂവും കോൺസ്റ്റൻ്റ് ആയാൽ അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആണ് ഒരു സെക്ഷൻ ഞാൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത്, ആ സമയത്ത് യു ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആർ സ്ക്വയറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മീൻസ് എന്താണ്? ഒരു പാരാബോളിക് ഇക്വേഷനാണ്. അതിൻ്റെ മീനിങ് എന്താണ്? അവിടെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കില്ല, പാരാബോളിക് ആയിരിക്കും. കാരണം യു ഡിപ്പെൻഡ്സ് ഓൺ ആർ സ്ക്വയർ. ഇനി എക്സ്പ്രഷൻ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. ആദ്യം സെൻറ്റർ എന്ന് വെച്ചാൽ ഈ സ്മോൾ ആർ റേഡിയസിൻ്റെ വാല്യൂ എന്താണ്? 0. ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അന്നേരം മാക്സിമം വെലോസിറ്റി യു മാക്സ് ഇസ് ഈക്വൽ ടു -1/4 ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ സ്ക്വയർ. ഇനി ഈ ഒരു ബൗണ്ടറി എന്ന് വെച്ചാൽ റേഡിയസിൻ്റെ വാല്യൂ എന്തായിരിക്കും? ക്യാപിറ്റൽ ആർ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. ഈ ആറിൻ്റെ സ്ഥാനത്ത് ക്യാപിറ്റൽ ആർ കൊടുത്താൽ ആർ സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ 0. യു ഈസ് ഈക്വൽ ടു 0. വെൻ ആർ ഈസ് ഈക്വൽ ടു ആർ, യു ഈസ് ഈക്വൽ ടു 0. ദറ്റ് ഈസ് നത്തിങ് ബട്ട് ദി നോ സ്ലിപ്പ് ബൗണ്ടറി കണ്ടീഷൻ. ഇതാണ് എൻ്റെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. മാക്സിമം വെലോസിറ്റി സെൻട്രലിലെത്തി, പിന്നെ സർഫസിലെത്തുന്ന സമയത്ത് 0. അതേപോലെ മാക്സിമം സർഫസിലെത്തുന്ന സമയത്ത് 0. ആ ഒരു പാത്ത് അങ്ങനെയായിരിക്കും, പരാബോളിക് ആണ്. കാരണം യു ഈസ് ഡിപ്പെൻഡ് അപ്പോൺ ആർ സ്ക്വയർ. ഇവിടെയും ഈ ആരോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? വെലോസിറ്റി ആണ്. ഈ ഒരു സെക്ഷൻ നോക്കുന്ന സമയത്ത് അവിടെയുള്ള വെലോസിറ്റി മാക്സിമം വെലോസിറ്റി സെൻറ്ററിലാണ്. ഇവിടെ എന്താണ്? 0 വെലോസിറ്റി ആണ്. ഈ ആരോ റെപ്രസെൻറ്റ് ചെയ്യുന്ന അവിടുത്തെ ഒരു സെക്ഷനിലെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡാണ് ഈ ആരോ വെച്ചിട്ട് അവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത കണ്ടുപിടിക്കുന്നത് റേഷ്യോ ഓഫ് മാക്സിമം വെലോസിറ്റി ടു ആവറേജ് വെലോസിറ്റി. മാക്സിമം വെലോസിറ്റി ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. യു മാക്സ് ഇസ് ഈക്വൽ ടു -1/4 ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു ആർ സ്ക്വയർ. ഇനി ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? ആ പൈപ്പിലൂടെയുള്ള ഡിസ്ചാർജ്, ആക്ച്വൽ ഡിസ്ചാർജ് ഡിവൈഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അത് ചെയ്താൽ അവിടുത്തെ ആവറേജ് വെലോസിറ്റി കിട്ടും. ഡിസ്ചാർജ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ കൺസിഡറിങ് ദ ഫ്ലോ ത്രൂ എ സർക്കുലർ റിംഗ് എലമെൻറ്റ് ഓഫ് റേഡിയസ് ആർ ആൻഡ് തിക്നെസ് dr. ഞാനൊരു റിംഗ് എലമെൻറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, തിക്കായിട്ട് കാണിച്ചിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ സെൻറ്ററിൽ നിന്ന് അവിടത്തോട്ടുള്ള ആ റേഡിയൽ ഡിസ്റ്റൻസ് പറയുന്നത് സ്മോൾ ആർ ആണ്. അതിൻ്റെ തിക്നെസ്, അതായത് ആ റിംഗ് എലമെൻറ്റിൻ്റെ തിക്നെസ് പറയുന്നത് dr ആണ്. അത് കൺസിഡർ ചെയ്തിട്ടാണ് ഡിസ്ചാർജ് ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആദ്യം എലമെൻ്റൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കും, പിന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ടോട്ടൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കും. ആ ഡിസ്ചാർജ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് പൈപ്പ്, അതായത് π/4 d² അല്ലെങ്കിൽ π R². അത് ഡിവൈഡ് ചെയ്താൽ മതി. ഡിസ്ചാർജ് ബൈ ആ ഏരിയ ചെയ്താൽ എനിക്ക് അവിടുത്തെ വെലോസിറ്റി കിട്ടി. ഓക്കെ, ഇനി ഈ എലമെൻ്റൽ റിങ്ങിലൂടെയുള്ള ഡിസ്ചാർജ് ആദ്യം കണ്ടുപിടിക്കണം. ദ ഫ്ലൂയിഡ് ഫ്ലോയിങ് പെർ സെക്കൻഡ് ത്രൂ ദിസ് elementary ring dq is equal to velocity at radius r into area of ring. ഓക്കെ, ഇത് സർക്കുലർ റിംഗ് ആണ്. ആ റേഡിയസ്, ആ ആർ വാല്യൂ, കാരണം ഈ റേഡിയസ് വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് വെലോസിറ്റി അറ്റ് ആർ, അവിടെയുള്ള വെലോസിറ്റി ഇൻറ്റു ഈ റിങ്, ആ റിങ്ങിൻ്റെ ഏരിയ. കാരണം നമ്മൾ ഇവിടെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഫ്ലോ നടക്കുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ ആണ് എടുക്കേണ്ടത്. അപ്പം ഇതിപ്പം സർക്കുലറാണ്.
ഇതിന് ഇപ്പോൾ കാണിച്ചിരിക്കുന്നതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഫ്ലോ നടക്കുന്നുണ്ടാവുക. മീൻസ് ഞാൻ എടുക്കേണ്ട ഏരിയ എന്താണ്, ഈ റിങ്ങിൻ്റെ ഈ ഏരിയ ആണ്. അതങ്ങനെ കിട്ടും 2πr. 2πr എന്ന് വെച്ചാൽ ആ ഉള്ളിലത്തെ ഇതായി ഇൻറ്റു dr. 2πr ഇൻറ്റു dr എന്ന് വെച്ചാൽ അതിൻ്റെ ഏരിയ കിട്ടി. ഓക്കെ, അന്നേരം dq = എന്താ, u ഇൻറ്റു 2πr dr. u ഏത് ആറിലുള്ള യുവും കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ഞാൻ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. dq = ഇതാണ് യുവിൻ്റെ എക്സ്പ്രഷൻ ഞാൻ കണ്ടുപിടിച്ച് വെച്ചത്. ഏത് ആറിലെ വെലോസിറ്റിയും എനിക്കിത് വെച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, dq = -1/4 dou p by dou x into r² - r² into 2πr dr. ഇത് എലമെൻ്റൽ ഡിസ്ചാർജ് ആണ്. ഇനി ടോട്ടൽ ഡിസ്ചാർജ് കിട്ടാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. q = ഇൻ്റഗ്രൽ 0 to r into dq. സെൻറ്ററിന് ഔട്ടർ റേഡിയസ് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഓക്കെ, dqന് ഞാനിനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം അതിലത്തെ കോൺസ്റ്റൻ്റൊക്കെ പുറത്തെടുക്കുന്നു. 1/4 dou p by dou x into 2π പുറത്തെടുത്തു. ബാക്കി ഇൻ്റഗ്രൽ 0 to r r² - r² into r dr. ഇനി ഈ ആറിനെ ഉള്ളിലോട്ട് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് ഇൻ്റഗ്രൽ 0 to r r² into r മൈനസ് r³ r into r² into dr. സെയിം എക്സ്പ്രഷനാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. r² കോൺസ്റ്റൻ്റ് ആണ്. ആറിൻ്റെ ഇൻ്റഗ്രൽ എന്ത് വരും, r²/2 വിത്ത് റെസ്പെക്ട് ടു dr ചെയ്യുന്നത് r³ dr. ഇൻ്റഗ്രൽ r³ dr എന്ന് വെച്ചാൽ r⁴/4. ഓക്കെ, ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് അപ്പർ ലിമിറ്റ് 6, ലോവർ ലിമിറ്റ് 0 ആണ്. ഓക്കെ, ലോവർ ലിമിറ്റ് 0 ആയതുകൊണ്ട് പ്രശ്നമില്ല. -1/4 dou p by dou x into 2π ഇൻറ്റു ഇനി ഈ ഒരു r² അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. ക്യാപിറ്റൽ R കൊടുത്തു. അന്നേരം r² into r² എന്തായി, r⁴/2 മൈനസ് ഇവിടെ ആറിൻ്റെ സ്ഥാനത്ത് ഇത് കൊടുക്കുന്ന സമയത്ത് r⁴/4 വന്നു. ഇനി ഇത് സോൾവ് ചെയ്യുന്നു. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും, -1/4 dou p by dou x into 2π ഇൻറ്റു r⁴/4. ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു എന്ന്. ഓക്കെ, എന്ത് കിട്ടും, q = -π/8 ഇൻറ്റു dou p by dou x into r⁴. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ഇനി ഡിസ്ചാർജിൻ്റെ എക്സ്പ്രഷൻ കിട്ടി. ഇനി ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, u ബാർ ആണ് ഞാനിവിടെ ആവറേജ് വെലോസിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡിസ്ചാർജ് ബൈ ഏരിയ ഓഫ് പൈപ്പ് π ഇൻറ്റു r². ഓക്കെ, ക്യൂവിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി πr², താഴെ എന്ത് വരും, πr² വരും. ഇത് സോൾവ് ചെയ്തിട്ട് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. എന്താ കിട്ടുന്നത്, μ = -1/8 ഇൻറ്റു dou p by dou x into r². ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതാണ് ആവറേജ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി എനിക്കെന്താ ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്, ദ റേഷ്യോ ഓഫ് മാക്സിമം വെലോസിറ്റി ടു ആവറേജ് വെലോസിറ്റി. മാക്സിമം വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ആവറേജ് വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഡിവൈഡ് ചെയ്യുന്നു. ഇക്വേഷൻ 5/6 u bar എഴുതിയാൽ എന്ത് ചെയ്യും, എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്താ ഉണ്ടാവുക, ഈ 8 മുകളിലോട്ട് പോയിട്ട് 8/4 മാത്രമേ ഉണ്ടാവുള്ളൂ, 2 കിട്ടും. അതായത് റേഷ്യോ ഓഫ് മാക്സിമം വെലോസിറ്റി ടു ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, മാക്സിമം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സെൻറ്ററാണ്. അതായത് റേഷ്യോ ഓഫ് സെൻറ്റർ ലൈൻ വെലോസിറ്റി ടു ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് 2 ആണ്. ക്വസ്റ്റ്യൻ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ വരുന്ന ക്വസ്റ്റ്യനാണിത്. ഓക്കെ, ഇനി ഹേഗൻ-പോയ്സൺലി ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈ ഹേഗൻ-പോയ്സൺലി ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം സ്റ്റാർട്ടിങ്ങിലേ എഴുതി വരണം. ഏത് സ്റ്റെപ്പ് വരെ, ഈ ഒരു u ബാർ കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പ് വരെ ആദ്യം തൊട്ട് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഇതുവരെ എഴുതി വരണം എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ. അല്ലാണ്ട് ഡയറക്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, ഇനി എക്സാമിന് ഹേഗൻ-പോയ്സൺലി ഇക്വേഷൻ മാത്രമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ ആ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ അതേപോലെ ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ അതൊക്കെ വരച്ചിട്ട് കാണിക്കണമെന്ന് നിർബന്ധമില്ല. ജസ്റ്റ് ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഇക്വേഷൻ വരെ എത്തിക്കുക. അതിനുശേഷം മാത്രം ബാക്കി പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, നോക്കാം. ഹേഗൻ-പോയ്സൺലി ഇക്വേഷൻ ആവറേജ് ഫ്ലോ വെലോസിറ്റി ഗിവൺ ബൈ ഇക്വേഷൻ 6 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം ചെയ്യുന്നില്ല. u ബാർ = -1/8 dou p by dou x into r². ഇനി ഹേഗൻ-പോയ്സൺലി ഇക്വേഷൻ എന്ന് വെച്ചാൽ ഞാൻ 2 സെക്ഷൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ സെക്ഷൻ 1-ൻ്റെയും 2-ൻ്റെയും അല്ലെങ്കിൽ ഈ ഒരു ലെങ്ത്തിൻ്റെ അടുത്ത് ഉണ്ടാകുന്ന പ്രഷർ ഡ്രോപ്പ് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അല്ലെങ്കിൽ പ്രഷർ ഹെഡിൻ്റെ ഡ്രോപ്പ് അല്ലെങ്കിൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഹേഗൻ-പോയ്സൺലി ഇക്വേഷൻ എന്ന് പറയുന്നത്. അതാണ് ഇനി ഡിറൈവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്.
ഓക്കെ, ഈ എക്സ്പ്രഷൻ ഞാൻ റീഅറേഞ്ച് ചെയ്ത് തന്ന് ഈ ഡോ പി ബൈ ഡോ എക്സിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരുന്നു, മ്യൂനെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. ഡോ പി ബൈ ഡോ എക്സ് ഇതിനെ ഇവിടെ വെച്ച് ബാക്കി ടേംസിനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അന്നേരം എന്ത് കിട്ടും? ഡോ പി ബൈ മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു 8 മ്യൂ യു ബാർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ വന്നു. ഇനി പ്രഷർ എന്ന് പറയുന്നത് ഈ ഫ്ലോയിങ് എലോങ് ദിസ് ഡയറക്ഷൻ മാത്രമാണ് വേരി ചെയ്യുന്നത്. അറ്റ് സെക്ഷൻ നമ്മൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നത്. ഈ ഒരു ഡയറക്ഷനിലാണ് പ്രഷർ വേരി ചെയ്യുന്നത് എലോങ് എക്സ്. അതിൻ്റെ മീനിങ് എന്താ? ഈ പ്രഷർ ഒരു ഡയറക്ഷനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഈ പാർഷ്യൽ ഡെറിവേറ്റീവിനെ ഞാൻ കംപ്ലീറ്റ് ഡെറിവേറ്റീവായിട്ട് മാറ്റി തന്നു. അതായത് മൈനസ് ഡി പി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 8 മ്യൂ യു ബാർ ബൈ ആർ സ്ക്വയർ. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മൈനസ് ഡി പി ഇസ് ഈക്വൽ ടു 8 മ്യൂ യു ബാർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. ഇനി ആ പ്രഷർ ഡ്രോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് വെച്ചാൽ ഇക്വേഷൻ 7 അതിനെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ബിറ്റ്വീൻ സെക്ഷൻ 1 and 2 ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. To find the loss of pressure head between two sections of pipe 1 and 2 having a length L. Integrate the equation 7. Integral 1 to 2 ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. മൈനസ് ഇൻ്റഗ്രൽ 1 to 2 ഡി പി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 to 2 8 മ്യൂ യു ബാർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. ഇൻ്റഗ്രൽ ഡി പി എന്താണ്? പി ആണ്, മൈനസ് സൈൻ ഉണ്ട്, ലിമിറ്റ് 2 1. ഇവിടെ 8 മ്യൂ യു ബാർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എക്സ് എക്സ് ആണ് 2 1. ഓക്കെ, ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് P2 ഇവിടുത്തെ പ്രഷർ മൈനസ് 1 പ്രഷർ. ഓക്കെ, ഈസ് ഈക്വൽ ടു 8 മ്യൂ യു ബാർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സിൻ്റെ ആണെങ്കിലോ x2 മൈനസ് x1. ഇവിടെ x2 മൈനസ് x1 എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ഏതെങ്കിലും ഒരു റെഫറൻസ് പോയിൻ്റ് എടുത്തിട്ടുണ്ട്. അവിടുന്ന് ഈ 1ലോട്ടുള്ള ഡിസ്റ്റൻസാണ് ഞാൻ x1 ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ആ സെയിം റെഫറൻസിൽ നിന്ന് 2ലോട്ടുള്ള ഡിസ്റ്റൻസ് x2 മീൻസ് ഈ L എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ x2 മൈനസ് x1 എന്ന് പറഞ്ഞ വാല്യൂ അത് ഞാൻ കൺസിഡർ ചെയ്യുന്ന ലെങ്ത് ആണ്. അതായത് x2 മൈനസ് x1 ഈസ് ഈക്വൽ ടു L. അതിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്ത് ചെയ്തു? L കൊടുത്തു. അതായത് P1 മൈനസ് P2 ഇവിടുത്തെ പ്രഷർ ഡിഫറൻസിൻ്റെ ഇക്വേഷനൊക്കെ കിട്ടി 8 മ്യൂ യു ബാർ എൽ ബൈ ആർ സ്ക്വയർ. ഇനി ഈ റേഡിയസിനെ ഞാൻ ഡയമീറ്ററിൻ്റെ ടേംസിലോട്ട് മാറ്റുന്നു. റേഡിയസ് ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ബൈ 2 ആണ്. ഈ റേഡിയസിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു? ഡി ബൈ 2 കൊടുക്കുന്നു. എന്ത് വരും? ഡി സ്ക്വയർ ബൈ 4 താഴെ വരും. പിന്നെ മുകളിലോട്ട് കൊണ്ടുപോയാലോ? 4നെ മുകളിലോട്ട് കൊണ്ടുപോയി എന്ത് കിട്ടും? P1 മൈനസ് P2 ഈസ് ഈക്വൽ ടു 32 മ്യൂ യു ബാർ എൽ ബൈ ഡി സ്ക്വയർ. അതായത് ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലോ നടക്കുന്ന സമയത്ത് ഈ ഒരു സെക്ഷൻ 1 നിന്ന് 2ലോട്ട് എത്തുന്ന സമയത്തിലെ പ്രഷർ ഡ്രോപ്പിൻ്റെ വാല്യൂ ആണ് ഈ തന്നിരിക്കുന്നത്. അതായത് ഈ അലോങ് ദിസ് ലെങ്ത് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് പ്രഷർ ഡ്രോപ്പ്. ഇനി പ്രഷർ ഹെഡ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇതിനെ റോജിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പി ബൈ റോജി ആണ് പ്രഷർ ഹെഡ്. ഇതിനെ ഡിവൈഡ് ചെയ്ത് റോജിനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്ത് കിട്ടും? HF ഈസ് ഈക്വൽ ടു P1 മൈനസ് P2 ബൈ റോജി ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലും ഡിവൈഡ് ചെയ്യുന്നത് 32 മ്യൂ യു ബാർ എൽ ബൈ റോജി ഡി സ്ക്വയർ. ഓക്കെ, HF ഈസ് ഈക്വൽ ടു 32 മ്യൂ യു ബാർ എൽ ബൈ റോജി ഡി സ്ക്വയർ. ഇതാണ് ഹെയ്ഗൻ പോയ്സൻലി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് ലാമിനാർ ഫ്ലോനാണ് അപ്ലൈ ചെയ്യുന്നത്. ലാമിനാർ ഫ്ലോയിലെ ഹെഡ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബിറ്റ്വീൻ 2 സെക്ഷൻ അല്ലെങ്കിൽ L ലെങ്ത്തിലുണ്ടാകുന്ന ഹെഡ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ് ഹെയ്ഗൻ പോയ്സൻലി ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പം ആവറേജ് വെലോസിറ്റി ഈ യു ബാറിന് പകരം വി ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ജസ്റ്റ് ആ യു ബാറിൻ്റെ സ്ഥാനത്ത് വി എന്ന് പറഞ്ഞ് മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. HF ഈസ് ഈക്വൽ ടു 32 മ്യൂ വി എൽ ബൈ റോജി ടി സ്ക്വയർ. സിമ്പിൾ ഏതെങ്കിലും ആയിക്കോട്ടെ, റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? ആവറേജ് വെലോസിറ്റിയാണ്.